ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ് അല്ലേ? ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ താഴെയുള്ള നമ്പർ എല്ലാവർക്കും എന്താണ് സെയിം ആണ്, 13 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ന്യൂമറേറ്ററിനെ അല്ലെങ്കിൽ മുകളിലുള്ള നമ്പേഴ്സിനെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. 3, 5, 7, 6. ഇതിൽ ആരാ ഏറ്റവും വലുത്? 7 ആണ് ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 7/13 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാമതെത്തുന്നത് ആരായിരിക്കും? മൂന്നാമത്തെ വാല്യൂ ആരുടെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ആദ്യം ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതെന്ന് വലുതിലോട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താ? ഇവർ ഓരോരുത്തരെയും എടുത്തിട്ട് നോർമലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 5/8 നോർമലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5/8 നോർമലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. ദെൻ ഒരു പോയിന്റ് കൊടുക്കും, 50 വരും, 6 വരും. അപ്പോൾ എന്ത് വരും? 48. ഇങ്ങനെ നോർമലായിട്ട് ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ ഓരോന്നിൻ്റെയും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ഞാനിവിടെ എഴുതുന്നുണ്ട്. 0.625 വരും. ദെൻ 2/5 വരുമ്പോൾ 0.4 വരും. 1/4 പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, അതെന്താണ്? 0.25 ആണ്. പിന്നെ 7/10. 7/10 എന്താ? താഴെ 10, 100 ഒക്കെ വന്നാൽ നമ്മൾ ഇന്നലെ തിരിച്ചു പഠിച്ചിരുന്നു അല്ലേ? ഡെസിമലിന് ഫ്രാക്ഷനിലോട്ട് പഠിച്ചിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? ഇവിടെ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അത്രയും സീറോസ് താഴെ എഴുതിയില്ലേ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ? അതേപോലെ ഇവിടെ എഴുതുക. അവിടെ എത്ര സീറോസ് ഉണ്ടോ അത്രയും നമ്പർ പോയിന്റിന് ശേഷം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് വരും? 0.7 എന്ന് വരും. പിന്നെ ആരാ അവിടെ ഉള്ളത്? 4/7 ആണുള്ളത്. 4/7 എന്ന് പറയുമ്പോൾ എത്ര വരും? അത് ഏകദേശം 0.57 വരും. സോ ഇവിടെ മൂന്നാമത് വരുന്ന സംഖ്യ ഏതായിരിക്കും? 0.57 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഭിന്നസംഖ്യകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ഇവരുടെ ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമാണ്. താഴെയുള്ള നമ്പറാണ് ചെറുത്. നമുക്ക് നോർമലി അങ്ങനെയല്ല ഉണ്ടാവാറ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്നാണ് പറയാറ്. അപ്പോൾ ഇത് ഇതിൽ ഏറ്റവും ചെറുതേതാ ഏറ്റവും വലുതേതാന്നൊക്കെ ചോദിച്ചാൽ ആദ്യം ഇവരെ നോർമലായിട്ട് എന്ന് വെച്ചാൽ ഇവരൊന്ന് മിക്സ്ഡ് ആയിട്ട് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ കുറച്ചുകൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിനുള്ളൊരു വാല്യൂ ആയിട്ട് മാറ്റുക എന്നുള്ള, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം 9/5 എടുത്തു. 9/5 എങ്ങനെയാണ് മാറ്റുക? 9 താഴെയുള്ള നമ്പറുമായിട്ട് ബേസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ 9 എങ്ങനെ എഴുതാം? എനിക്ക് 5 + 4 എന്ന് എഴുതാം. അപ്പോൾ ആദ്യം 5ൻ്റെ മൾട്ടിപ്പിൾ ആവുന്നത് എത്ര? 5 ഉണ്ട്? 1. ദെൻ ബാലൻസ് എത്രയുണ്ട്? 4/5. മനസ്സിലായല്ലോ? അതേപോലെ 13/9 എനിക്ക് എങ്ങനെ എഴുതാം? 13 എനിക്ക് എങ്ങനെ എഴുതാം? 9 + 4 എന്ന് എഴുതാം. സോ ആദ്യം എത്ര 9 വന്നിട്ടുണ്ട്? ഒരെണ്ണം. ബാലൻസ് എത്രയാ? 4/9. ദെൻ നെക്സ്റ്റ് 11/7. 11 എന്ന് പറയുന്നത് എന്താണ്? 7 + 4 ആണ്. അപ്പോൾ എത്ര 7 വന്നിട്ടുണ്ട്? ഒരെണ്ണം. ദെൻ ബാലൻസ് 4/7. ദെൻ 7/3. 7 എനിക്ക് എങ്ങനെ എഴുതാം? 3 + 4 എന്ന് എഴുതാം. എത്ര 3 ഉണ്ട്? 1. ദെൻ ബാലൻസ് 4 വരും /3. പിന്നെ 15/11 ആണ്. 15/11 എനിക്ക് എങ്ങനെ എഴുതാം? again 1 and 4/11. ഇവിടുത്തെ പ്രത്യേകത എന്താ? നമുക്ക് അധികവും ചോദിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കും. എല്ലായിടത്തും 1 ആണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി?
ഈ കാണുന്ന ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറുതേതാ ഏറ്റവും വലുതേതാന്നൊക്കെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഏറ്റവും ചെറുതേതാണ്. അപ്പൊ നോക്കിയേ, മുകളിലുള്ള നമ്പർ അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഇതിലൊക്കെ എന്താണ്? 4 ആണ്. അപ്പോൾ ഇതിൽ ചെറുത് വലുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? താഴെയുള്ള നമ്പർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുതാവണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പർ വലുതായിരിക്കണം. അപ്പൊ ആൻസർ എന്താ? 1 and 4/11 അല്ലെങ്കിൽ 15/11 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ, 9/12 തുല്യമല്ലാത്തത് ഏത് എന്നുള്ളതാ. അപ്പോൾ നമ്മൾ ഒരു ഫ്രാക്ഷനെ എങ്ങനെയാ എഴുതുക? 9/12 ഈക്വൽ ആയിട്ട് തുല്യ ഭിന്നങ്ങളായിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ഈ 9നെയും 12നെയും നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 2 പേരെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ ബാലൻസ് എന്ത് വരും? 3 വരും. ദെൻ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 4 വരും. ഇനി ഇവരെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഇവരുടെ ഏറ്റവും ചെറിയ ഫോം. അപ്പോൾ 9/12ന്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്നമാണ് എന്ത്? 3/4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി തുല്യമാണ് എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ നോക്കിയാൽ മതി. ഒരെണ്ണം 27/36. 27/36 എന്ന് പറഞ്ഞാൽ എന്താ? 9നെ അല്ലെങ്കിൽ 3/4നെ വെച്ചിട്ടും ചെയ്യാം. അപ്പൊ ഞാൻ എളുപ്പത്തിന് 9നെ എടുക്കുകയാണ്. 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ 12നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 27/36 കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആരാ? 15/20. 15/20 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3/4നെ മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം 15/18 കിട്ടൂല. കാരണം ഇവിടെ 15 കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇൻറ്റു 5 കൊടുക്കണം. അപ്പോൾ താഴെ 20 ആണ് വരേണ്ടത്. സോ ആൻസർ എന്താണ്? 15/18 ആണ്. ഓക്കെ അല്ലേ അത്? ഇനി 5th one ആണ്. 5th one എങ്ങനെ വരും? 2/5 + 1/4. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താ? 2ന്ന് ഇങ്ങോട്ട് ഫസ്റ്റത്തത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ, താഴോട്ടായിരിക്കും. ദെൻ ഇവിടെയുള്ള സൈൻ ഏതാന്നുള്ളത് ഓർത്ത് വെക്കണേ. 5ന്ന് മുകളിലോട്ട്. അപ്പോൾ ഫസ്റ്റ് 1 ഇങ്ങനെ വരും, സെക്കൻഡ് 1 ഇങ്ങനെ വരും. ദെൻ ലാസ്റ്റത്തത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആളാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതൊക്കെ എന്താ? ഈ ആരോ മാർക്ക് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ കിട്ടും? 2 × 4. പിന്നെ ഇവിടെ 5 × 1. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതുക, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതുക. ഡിവൈഡഡ് ബൈ താഴെ ആര് കണക്ട് ചെയ്തിട്ട്? 5നെയും 4നെയാണ്. സോ 5 × 4. 2 × 4 ആരാ? 8 ആണ്. 8 + 5 ഡിവൈഡഡ് ബൈ 20. 13/20 ആണ് ആൻസർ ആയിട്ട് വരിക. ഒന്നെങ്കിൽ നമുക്കിത് ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ 2/5ന്റെയും 2/5 + 1/4. ഈ ഡിനോമിനേറ്റർ നോക്കുക. ആരൊക്കെയാണല്ലേ? 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. ഈ 4ന്റെയും 5ന്റെയും LCM എടുക്കുക എന്നാ പറയാം. അല്ലെങ്കിൽ ഇവരെ 2 പേരെയും യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു നമ്പർ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പർ, ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ആരാന്നാ നോക്കുക. അപ്പൊ എന്താ? 5 × 4 20 ആണ്. 20 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ? ഇവിടെ രണ്ടിടത്തും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഫ്രാക്ഷൻ എങ്ങനെ മാറും? മുകളിലും താഴെയും സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവില്ല? ഫ്രാക്ഷന്റെ വാല്യൂ മാറൂല. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ? 2 × 4 8/20.
പ്ലസ് എന്ത് വരും 5/20. ഡിനോമിനേറ്റർ സെയിം ആയാൽ നമ്മൾ ന്യൂമറേറ്ററിൽ മാത്രം നോക്കിയാൽ മതി. ആ ഡിനോമിനേറ്ററിനെ ഒരുമിച്ച് എഴുതി ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ആരുണ്ട് 8 ഉണ്ട്. പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതാം, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതാം. ദെൻ സെക്കൻഡിൽ ആരുണ്ട് 5 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും 8 + 5 13 കിട്ടും. 13/20. നിങ്ങൾക്ക് ഏതാണോ ഈസിയസ്റ്റ് മെത്തേഡ് അത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 and 1/8 ഡിവൈഡഡ് ബൈ 7 and 1/2. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താ 3 and 1/8. ഇത് നോർമൽ അല്ലാത്തൊരു ഫ്രാക്ഷനാണ് അല്ലേ. അതിന് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും. നമ്മൾ മുന്നേ ഇങ്ങനത്തെ കേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ നോർമൽ രീതിയിൽ ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്നുള്ള രീതിയിൽ മാറ്റും. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ടാണ് നമ്മൾ മാറ്റുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രാക്ഷൻസിൽ ഡിവിഷൻ റൂള് യൂസ് ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് അതെങ്ങനെയാ മാറ്റുക എന്നുള്ളത് നോക്കാം. നമ്മൾ മുന്നേ തേർഡ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട് എന്ത് 9/5. ഈ ഓരോന്നിനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ 9/5 is equal to എന്തായിരുന്നു 1 and 4/5 ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം ഈ നമ്പറും ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ ആൻസറിനോട് 4 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് വരും 1 × 5 + 4. ദെൻ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ അവിടെ കൊടുക്കണം. അതെത്രയാണ് 5 ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും 1 × 5 5 ആണ്. 5 + 4 9. 9/5 പഴയ ആൻസറിലോട്ട് തന്നെ പോകും. അപ്പൊ എങ്ങനെയാ റിവേഴ്സ് ചെയ്യേണ്ടത്, നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ, അല്ലെങ്കിൽ നമ്പറും താഴെയുള്ള നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ മാറ്റാം. 3 and 1/8 നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പൊ എന്ത് വരും 3 × 8 + 1/8 എന്ത് കിട്ടും 3 × 8 24 ആണ്. അപ്പൊ 25/8 എന്ന് കിട്ടും. അതുപോലെ 7 and 1/2 എങ്ങനെ മാറ്റാം? 7 × 2 14 ആണ്. +1 വരുമ്പോൾ 15/2 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം 25/8 ഡിവൈഡഡ് ബൈ 15/2 എന്ന് എഴുതാം. ഇനിയാണ് നമ്മൾ ഡിവിഷന്റെ KFC റൂള് യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ആളെ അതുപോലെ കീപ്പ് ചെയ്യാം. രണ്ടാമത്തെ ആളെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചെഴുതാം. ദെൻ ഡിവിഷൻ ആക്കിയിട്ട് ഡിവിഷൻ എന്ത് ചേഞ്ച് ചെയ്യുക, സൈന് ചേഞ്ച് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. ആദ്യത്തെ ആളെ അതുപോലെ എഴുതി ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി, രണ്ടാമത്തെ ആളെ തിരിച്ചെഴുതി. ഇനി നമ്മൾ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്തിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മുകളിലും താഴെയും ഉള്ള നമ്പേഴ്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒരാൾ മുകളിലും ഒരാൾ താഴെ ആയിരിക്കണം. ഇപ്പോൾ 2ഉം 8ഉം ഒക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ 25ഉം 15ഉം ഉള്ള പോലെ. ഓക്കെ, അപ്പോൾ ഇവരെ രണ്ടുപേരെയും കോമൺ ആയിട്ട് രണ്ടുപേരെയും ഒരേപോലെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ 2ഉം 8ഉം 2ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. അപ്പോൾ ആ രണ്ടുപേരെയും എനിക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വരും. ദെൻ ഇവര് മാത്രമാണോ ഉള്ളത്? അല്ല. പിന്നെ 25ഉം 15ഉം ആരുടെ മൾട്ടിപ്പിൾസ് ആ? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും, 25നെ ഡിവൈഡ് ചെയ്താൽ 5 വരും. സോ ഇവിടെ എങ്ങനെ വരും? ആദ്യത്തെ ഫ്രാക്ഷൻ മുകളിൽ 5 താഴെ 4, 5/4 എന്ന് വരും. ഇൻറ്റു രണ്ടാമത്തെ ഫ്രാക്ഷൻ മുകളിൽ 1 താഴെ 3, 1/3 എന്ന് വരും. ഇനി ഫ്രാക്ഷൻസ് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം?
മുകളിലുള്ളത് മുകളിലും താഴെയുള്ളത് താഴെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 into 1 ഡിവൈഡഡ് ബൈ 4 into 3. 5 into 1 എത്രയാ? 5. 4 into 3 എത്രയാ? 12. 5/12 എന്ന് ആൻസർ വരും. Then next one എന്ന് പറയുന്നത് 7th question ആണ്. 3 and 1/2 divided by x equal to 7 ആണെങ്കിൽ xന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ഞാൻ നോർമൽ മെത്തേഡ് പറയാം, എന്നിട്ട് നെക്സ്റ്റ് മെത്തേഡ് പറയാം. ഇപ്പൊ നോർമൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, 3 and 1/2നെ ആദ്യം നമ്മൾ നേരത്തെ മാറ്റിയ പോലെ മാറ്റും. അപ്പൊ 3 into 2 6 ആണ്. 6 + 1 7 വരും. 7/2 എന്ന് എഴുതി. അപ്പൊ 7/2 ഡിവൈഡഡ് ബൈ എക്സ് എത്രയാണ്? 7 ആണ്. നമ്മൾ ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പറിനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അതിന് താഴെ ഒരു ബൈ 1 കൊടുക്കും. ഇപ്പൊ അത് ഫ്രാക്ഷൻസ് ആയി. ഇതിന്റെ ഡിവിഷൻ ഇനി ഇങ്ങനെ ചെയ്യും. 7/2 ഇൻറ്റു രണ്ടാമത്തെ ആളെ തിരിച്ചെഴുതുക. 1/x = 7. അപ്പോൾ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും വന്നാൽ അതിലെ ന്യൂമറേറ്ററിനെ ആ നമ്പറിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 7ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഇവിടെ 1 ഉണ്ട്. 1 into 1 1 by 2 into x 2x equal to 7 പോയാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് മീനിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ബാലൻസ് 1 വരും. അപ്പോൾ ഇവിടെ എന്താ? 1/2x. ആ /2x ഇങ്ങോട്ട് പോയാൽ എന്താവും? നമ്മൾ പറയാറുണ്ട്, ഒരു ഈക്വൽ ടൂന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് മാറുമ്പോൾ പ്ലസ് എന്താവും? മൈനസ് ആവും. മൈനസ് എന്താവും? പ്ലസ് ആവും. മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ ആവും. ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ /2x ആ ഡിവിഷൻ ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 1 = 1 into 2x അല്ലെങ്കിൽ 1 = 2x എന്ന് കിട്ടും. അപ്പൊ ഇതിന്ന് x എന്താ? 2 into x ആണ് ഇവിടെ 1. അപ്പോൾ into 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ x = എന്ത് വരും? 1 divided by 2. x = 1/2 എന്ന് കിട്ടും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് 3 and 1/2 ഡിവൈഡഡ് ബൈ എക്സ് ആണ് എന്ത്? 7 എന്ന് പറയുന്നത്. ഇനി ഈ ഡിവൈഡഡ് ബൈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താവും? ഡിവിഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 3 and 1/2 = 7 into x എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എന്താ ഈ 3 and 1/2? 3 ഉണ്ട്, ഒരു ഹാഫും ഉണ്ട്. വിച്ച് മീൻസ് എന്താ? 3.5 അല്ലേ അത്? 3.5 എന്ന് നമ്മൾ പറയൂ അല്ലെ? അതും 7ഉം തമ്മിലുള്ള കണക്ഷൻ എന്താ? ഇതിന്റെ ഈ 3.5ന്റെ ഡബിൾ ആണ് 7. അപ്പൊ ഇവരെ രണ്ടുപേരെ എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 and 1/2നെയും 7നെയും ക്യാൻസൽ ചെയ്യുമ്പോൾ 3.5 വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 1 വരും. ഇവിടെ എന്താ? അതിന്റെ ഡബിളാ. അപ്പൊ 2 വരും. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ കിട്ടി? 1 = 2x എന്ന് കിട്ടി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഇൻറ്റു 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ?